എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇതാ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസത്തെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. എല്ലാവരെയും ഈ പുതിയ മാസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ജയത്തിൻ്റെ മാസമായി, അഭിവൃദ്ധിയുടെ മാസമായി, നന്മയുടെ മാസമായി, മറുപടികൾ കാണുന്ന മാസമായി, വാഗ്ദത്ത നിവർത്തികളുടെ മാസമായി, ഉയർച്ചകളുടെ മാസമായി ഈ മാസത്തെ നമുക്ക് യേശുവിൻ നാമത്തിൽ പ്രഖ്യാപിക്കാം, വിശ്വസിക്കാം. അതങ്ങനെ തന്നെ ഇത് കാണുന്നവരിൽ, കേൾക്കുന്നവരിൽ, വിശ്വസിക്കുന്നവരിൽ സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ്. ചിലർ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടിയാണെന്ന്. അല്ല, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. ജീവിതത്തിൽ ഒത്തിരി പേരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂത്ത പെണ്ണ് കല്യാണം കഴിക്കാതെ ഇളയവരെ എല്ലാം കെട്ടിച്ചു വിട്ട് അനിയന്മാരെ ഒരു നല്ല നിലയിലാക്കി ആ വീടിന് വേണ്ടി തീർന്ന് ജീവിക്കാതെ പോയ പലരെയും കണ്ടിട്ടുണ്ട്. അത് നല്ലതാണ്. എന്നാൽ സ്വന്തം ജീവിതം കളഞ്ഞിട്ടുള്ള ഒരു ജീവിതം വേണ്ട. സ്വന്തം ജീവിതത്തെയും നമുക്ക് കർത്താവിൽ ആശ്രയിച്ചാൽ വിജയകരമാക്കാം. നാളെ ഇവരാരും നമുക്കുണ്ടാകണമെന്നില്ല. ചില മാതാപിതാക്കൾ സ്വന്തം ജീവിതം ജീവിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് തീരുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള മാതാപിതാക്കളെ പിന്നീട് അഗതി മന്ദിരങ്ങളിലും പലയിടത്തും കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് അവരുടെ മക്കൾ ഇതുപോലെ അവരെ കരുതുന്നില്ല. അതുകൊണ്ട് സ്വന്തം ജീവിതം നമ്മുടെ ജീവിതമാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പിള്ളേരും ബന്ധുക്കളും അയൽവാസികളും നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ജീവിക്കാനുള്ളതാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കും, നമ്മളും അവർക്ക് വേണ്ടി ജീവിക്കണം. ഇല്ല, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കാൻ ദൈവം തന്നതാണ്. നമുക്കൊരു ജീവിതമുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്, നമുക്കും സ്വപ്നങ്ങളുണ്ട്. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ബലിയാടാകാനുള്ള വ്യക്തിയല്ല നമ്മൾ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു സത്യത്തെ നിങ്ങൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ അനാഥരാകും, ഒറ്റപ്പെടലുകൾ അനുഭവിക്കും, നിങ്ങൾ ഡിപ്രഷനുകളിലേക്ക് പോകും. നിങ്ങൾ നാളെ തിരിഞ്ഞു പറയും, എന്നാൽ അവരെന്നോടിത് ചെയ്തല്ലോ, ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്തിട്ട്. ഈ ഗതികേട് വരാതിരിക്കാൻ അനേകായിരങ്ങൾ പറഞ്ഞ് ഈ വാക്ക് നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിനെ നന്നായി ജീവിക്കുവാൻ ബാലൻസ് ഉള്ളവരാകണം. അവർക്ക് വേണ്ടി ചെയ്യേണ്ടെന്നല്ല, ചെയ്തു കൊള്ളുക, എന്നാൽ നമുക്ക് നമ്മളേ ഉള്ളൂ. പലരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നാട്ടിലുള്ളവരെല്ലാം സഹായിക്കും, സ്വന്തം പിള്ളേർക്ക് ഒരു ഉടുപ്പ് മേടിക്കാൻ ആളുണ്ടാകത്തില്ല. നാട്ടിലേത് മരണത്തിനും കല്യാണ വീട്ടിലും ഈ വ്യക്തി ഉണ്ടാകും. സ്വന്തം വീട്ടിലെ പറമ്പിലെ ഒരു പുല്ല് പറിക്കാൻ ഈ മനുഷ്യനെ കിട്ടത്തില്ല. നാട്ടിലെ മൊത്തം പുല്ല് പറിക്കും. ഇതൊക്കെ അറിവില്ലായ്മകളാണ്. ബാലൻസ് ചെയ്യണം. ആദ്യം സ്വന്തം പറമ്പിലെ പുല്ല് പറിച്ചിട്ട് അപ്പുറത്തെ വീട്ടുകാരൻ്റെ പുല്ല് പറിച്ചു കൊടുത്താൽ മതി. ആദ്യം സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്തിയിട്ട്, അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തെ നന്നായിട്ട് ഭരിക്കാത്തവൻ സഭയെ എങ്ങനെ ഭരിക്കും? ദൈവം നമുക്കൊരു വീട് തന്നിട്ടുണ്ട്, അതിനെ നന്നായിട്ട് ജീവിക്കണമെന്ന്. ഭരിക്കുക എന്ന് പറഞ്ഞാൽ പിള്ളേരെ മെക്കിട്ട് കയറാനല്ല, അവരെ നന്നായിട്ട് വളർത്തിയിട്ട് വേണം. നമ്മുടെ ജീവിതം നമ്മൾ നന്നായിട്ട് കൊണ്ടുപോയിട്ട് വേണം. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് നമ്മൾ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവാക്കേണ്ടത്. നമ്മുടെ വീടാണ് നമ്മുടെ ഹോംവർക്കിൻ്റെ ഒന്നാമത്തെ സ്ഥലം. ഈ സത്യത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നു മുതൽ കടന്നു വരണം. ഞാനതിനായി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിലേക്ക് വരാം. പൗലോസിനെ യഹൂദന്മാർ ദമസ്കോസിൽ വെച്ച് കൊല്ലാൻ നോക്കി. കാരണം പൗലോസ് ദമസ്കോസ് സഭയിലെ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ വന്നവനാണ്. ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. യഹൂദന്മാരെ പോലും തിരുത്തി യേശുവിൻ്റെ മാർഗത്തെ ഉയർത്തുന്നു. ഈ കാരണത്താൽ പൗലോസിനെ കൊല്ലാൻ നോക്കിയപ്പോൾ അതറിഞ്ഞ സഹോദരന്മാർ
അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അറിവ് അനേകരെ ഭാവിയിലേക്ക് തിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് 31-ാം വാക്യത്തിൽ പൗലോസിനെ അവിടെ നിന്ന് തർസോസിലേക്ക് വിട്ടു. പൗലോസ് വന്നത് എന്തിനാണ്? നാശം വിതയ്ക്കാനാണ്. മഹാപുരോഹിതന്റെ അധികാരപത്രമുണ്ട് സഭയെ മുടിക്കാനുള്ളത്. എന്നാൽ പൗലോസ് സഭയുടെ നെടുന്തൂണായി മാറിയ ചരിത്രമാണ് ദമസ്കോസിൽ വെച്ച് കാണുന്നത്. അപ്പോൾ നല്ലൊരു സഭയിൽ ഒരുത്തൻ വന്ന് കയറിയാൽ എത്ര ദുഷ്ടനാണെങ്കിലും അവൻ സഭയ്ക്ക് ഏറ്റവും നന്മയായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പൗലോസിന്റെ ചരിത്രം. അങ്ങനെ പൗലോസിനെ ദൈവം ആടിമുടി മാറ്റി മറിച്ചതുകൊണ്ട് 31-ാം വാക്യം, അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ പ്രദേശങ്ങളിൽ ഒക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. യഹൂദിയയിലും ഗലീലയിലും ശമരിയയിലും എല്ലായിടത്തും സഭയ്ക്ക് എന്തുണ്ടായി? സമാധാനമുണ്ടായി. സഭയിലേക്ക് വരുന്നത് സമാധാനത്തിനാണ്. എന്നാൽ സഭയുടെ സമാധാനം എടുത്തു കളയാൻ പിശാച് എപ്പോഴും പടവാളെടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ എടുത്ത പടവാളുകളുടെ മുനയെ ഒടിച്ചു കളഞ്ഞ് കർത്താവ് അതിൻ്റെ പിന്നിൽ ആയിരുന്ന വ്യക്തികളെ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന പടവാളുകളാക്കി മാറ്റിയ ചരിത്രമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനുള്ളത്. അതായത് സഭയെന്ന് പറഞ്ഞാൽ സമാധാനം നിറഞ്ഞ ഇടമാണ്. പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുള്ള വെള്ളവും കാണേണ്ട സ്ഥലമാണ് സഭ. സഭയ്ക്കകത്ത് സമാധാനമില്ലെങ്കിൽ സഭയ്ക്കകത്ത് കമ്മിറ്റി, സഭയ്ക്കകത്ത് വഴക്ക്, സഭയ്ക്കകത്ത് അടി, സഭയ്ക്കകത്ത് വരുമ്പോൾ പേടി. എന്താണ്? സഭയിൽ എന്നും വഴക്ക്. സഭയാണ് സമാധാനത്തിന്റെ ഈറ്റില്ല. കുറുന്തോട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. വാദം വരുമ്പോൾ അത് വെള്ളമൊക്കെ തിളപ്പിച്ച് അതിനകത്തിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആവി പിടിക്കാനും ശരീരത്തിൽ ആ വാദമുള്ള ഭാഗത്തൊക്കെ ഒന്ന് തടുകാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കുറുന്തോട്ടി. എന്നാൽ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്ത് ചെയ്യും? സഭ എല്ലാവർക്കും സമാധാനം കൊടുക്കേണ്ട ഒരിടമാണ്. സഭയ്ക്കകത്ത് സമാധാനമില്ലെങ്കിൽ അങ്ങനെയുള്ള സഭ നിലനിൽക്കില്ല കേട്ടോ. കർത്താവിൻ്റെ സഭയുടെ പ്രത്യേകത, ഒരു സമാധാനക്കേട് വന്നാലും അത് തുടരില്ല. ഒരു യഥാർത്ഥ സഭയിലേക്ക് വീണ്ടും സമാധാനം തിരിച്ചു വരും. റേഷൻ കടയിൽ അരിയില്ലെന്ന് പറഞ്ഞതുപോലെ, അരിക്ക് വേണ്ടിയാണ് റേഷൻ കടയിൽ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പറയണ അരിയില്ല. ചിലയിടത്ത് ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മെനു എല്ലാവരും കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ പറയും, ഈ കാണുന്ന ഇത്, ഓ സാറേ അതില്ല, എന്നാൽ പിന്നെ ഇത് സാറേ അത് ഇല്ലെന്ന് പറയില്ല അവർ. ഉടനെ അത് ഒത്തിരി ലേറ്റ് ആകും. ഇത് വൈകിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കാണുന്നോ, ഇത് എല്ലാ ദിവസവും ഇല്ല. എന്നാ ഡയലോഗ് അടിയാണല്ലേ. അതൊന്നും അവിടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വെറുതെ എഴുതി വച്ചിരിക്കുകയാണ്. സഭയെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഇടമാണ്. വന്നാൽ ആർക്കും സ്വസ്ഥതയില്ല, ചിരിക്കാൻ കഴിയുന്നില്ല, ഒരാഘോഷമില്ല, ഒരു നൃത്തമില്ല, ഭയം മാത്രം, തമ്മിൽ മിണ്ടാൻ കഴിയുന്നില്ല. ഇതൊന്നും സഭയല്ല. സഭയെന്ന് പറഞ്ഞാൽ സെലിബ്രേഷന്റെ, ആഘോഷത്തിന്റെ, സന്തോഷത്തിന്റെ, ചിരിയുടെ ഒരിടമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്കും സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകുമോ? അത് കേൾക്കുമ്പോഴേ അറിയാം രണ്ടുപേർക്കും സമാധാനമില്ല. സമാധാനത്തിന്റെ പ്രത്യേകത അതൊരാത്മാവിന്റെ ഫലമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പൊ സ്നേഹമുള്ളിടത്ത് സന്തോഷം ഉണ്ടാകും,
അതിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് സമാധാനം. അപ്പൊ ദൈവസ്നേഹം കവിഞ്ഞൊഴുകുന്നിടത്ത്, കൃപകൾ ജ്വലിക്കുന്നിടത്ത്, സത്യാരാധന വെളിപ്പെടുന്നിടത്ത്, യേശു ഇറങ്ങി വരുന്നിടത്ത്, പരിശുദ്ധാത്മാവ് ചലിക്കുന്നിടത്ത്, കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ വചനത്തിൽ നടക്കുന്നിടത്ത്, രാപ്പകൽ ദൈവവചനം ധ്യാനിക്കുന്നിടത്ത് സമാധാനം ഉണ്ടായിരിക്കും. അഥവാ സമാധാനം എടുത്തു കളയാൻ പിശാച് നോക്കിയാൽ വീണ്ടും സമാധാനം തിരിച്ചു വരും. സമാധാനത്തിന് ദൈവസഭ വിട്ട് മാറാൻ കഴിയില്ല. അവിടെ നമ്മൾ വായിച്ചത് അങ്ങനെ യഹൂദിയ, ഗലീല, ശമരി എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. ദൈവസഭയിൽ സമാധാനം തിരിച്ചു വരും. ദൈവമക്കളുടെ ഉള്ളിൽ സമാധാനം തിരിച്ചു വരും. ദൈവജനത്തിൻ്റെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകും. കടക്കണിയിൽ നിന്ന് പുറത്തു വരും. ഒരു കടഭാരമുണ്ടായാൽ സമാധാനം പോകും. വാതിക്കൽ ഓരോരുത്തർ വന്ന് ബെല്ലടിച്ച് ചീത്ത വിളിക്കുമ്പോൾ എങ്ങനെ കിടന്നുറങ്ങാൻ കഴിയും? ഉള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? വീട്ടിലൊരാൾ വ്യാധിയായിട്ട് കിടക്കുമ്പോൾ എങ്ങനെ സമാധാനമുണ്ടാകും? കുഞ്ഞുങ്ങളുടെ ഭാവി വഴികൾ അടഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെ സമാധാനപ്പെടാൻ കഴിയും? എന്നാൽ സഭയ്ക്ക് സമാധാനമുണ്ടായി, അതായത് മറുപടികളുണ്ടായി. നമ്മൾ പറയും, സമാധാനമായി, ജോലി കിട്ടി, വീട്ടിൽ ഭയങ്കര സമാധാനമായി. മോന് ജോലി കിട്ടാതിരിക്കുകയായിരുന്നു, പെട്ടെന്ന് ജോലി കിട്ടി, അതും കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയാണ്, സമാധാനമായി. ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുകയായിരുന്നു, വലിയ കടത്തിലായിരുന്നു, അവന് ജോലി കിട്ടിയല്ലോ, സമാധാനമായി. നമുക്ക് നന്മകൾ ഉണ്ടാകുമ്പോൾ, നമുക്ക് മറുപടികൾ ഉണ്ടാകുമ്പോഴാണ് സമാധാനം വർദ്ധിക്കുന്നത്. സമാധാനമുണ്ടാകും. യേശുവിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് സമാധാനമുണ്ടാകും. അത് ഒരു സഭയ്ക്കല്ല, ഏതെല്ലാം സ്ഥലത്ത് സഭയുണ്ടോ, ഇത് കേൾക്കുന്ന നിങ്ങളുടെ UK സഭയിൽ, അമേരിക്കയിലെ സഭയിൽ, കാനഡയിലെ സഭയിൽ, ഓസ്ട്രേലിയയിലെ സഭയിൽ, ഗൾഫ് രാജ്യങ്ങളിലെ സഭയിൽ, വടക്കേ ഇന്ത്യയിലെ സഭയിൽ, കേരളത്തിന് വെളിയിലെ സഭയിൽ, എവിടെയെല്ലാം ഏതെല്ലാം സഭയിൽ ഇരിക്കുന്ന വിശ്വാസികളാണിത് കേൾക്കുന്ന, സഭയിലെല്ലാം സമാധാനം ഉണ്ടാകണം, ഉണ്ടായേ തീരൂ. കർത്താവ് സഭയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒന്നാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, അതായത് സൂപ്പർ നാച്ചുറൽ പീസ്. അതാണ് ഫിലിപ്പിയ ലേഖനം 4:6 പറയുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ എല്ലാം പ്രാർത്ഥിക്കണം, അപ്പോഴാണ് ഈ സമാധാനം വന്നു കയറുന്നത്. മടുത്ത് പിന്മാറിപ്പോകരുത്, പ്രാർത്ഥിക്കണം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ അറിയിക്കണം. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ നിലവുകളെ കാക്കും. സൂപ്പർ നാച്ചുറൽ പീസ്, മാനുഷികമല്ലത്, ബുദ്ധിക്കപ്പുറമായൊരു സമാധാനം. ആൾക്കാർ ചോദിക്കും, ഇത്രയും കാറ്റും കോളും ഉണ്ടായിട്ട് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നു? അമരത്ത് തലേണ വെച്ച് കഴുത്തോളം വെള്ളത്തിൽ എങ്ങനെ കിടക്കുന്നു? പത്രോസിനും യാക്കോബിനും യോഹന്നാനും അന്ത്രയോസിനും ഫിലിപ്പോസിനും ഒക്കെ ചോദിക്കാനുള്ളത്, എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? നമുക്കാർക്കും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്തൊരു സമാധാനം! ചോദിച്ചപ്പോഴാണ്, ഞാനും പിതാവ് ഒന്നാണ്, എൻ്റെ പിതാവിനെ ഏകനായി വിട്ടിട്ടില്ല. സമാധാനം. ഈ പാഠങ്ങൾ പഠിച്ച പത്രോസ് ഹേരോദാവ് കൊല്ലാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി ചങ്ങലകളുടെ നടുവിൽ, കാവൽക്കാരുടെ നടുവിൽ കിടന്ന് നന്നായി ഉറങ്ങുന്നു. എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നു? നാളെ കൊല്ലുകയാണ്. നാളെ രാവിലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ ഇന്ന് രാത്രി എങ്ങനെ ഉറങ്ങും? വലിയ പാടാണ്. ഒരിക്കൽ ഒരുത്തനോട് പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, നിന്നെ നാളെ രാവിലെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അപ്പൊ അവൻ പറഞ്ഞു, അവനൊരു ചിരി, അതിന് ഞാൻ എഴുന്നേക്കുന്ന 10 മണിക്കല്ലേ. ബുദ്ധിയില്ലാത്തവന് ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മരണത്തിൻ്റെ കാര്യമൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലാത്തവന്. എന്നാൽ ജ്ഞാനമുള്ള മനുഷ്യർക്ക് അവർക്ക് ദൈവം സമാധാനം കൊടുക്കും. അത് പരിശുദ്ധാത്മാവാണ്. സകല ബുദ്ധിയെയും കവിയുന്ന
ഏത് ബുദ്ധിപരമായ കാര്യങ്ങളെ ഓവർകം ചെയ്യുന്ന കടമോ അതിന് ഞങ്ങൾ പുറത്തു വരും. 10 കോടി കടമോ ഞങ്ങൾ പുറത്തു വരും. കേസോ ഞങ്ങൾ പുറത്തു വരും. ശക്തനാക്കുന്ന യേശു ഉള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തു വരും. ഭയങ്കര സമാധാനം. വിഷയം മാറിയിട്ടില്ല, പക്ഷെ ഭയങ്കര സമാധാനം. എല്ലാം നേരെയായിട്ടില്ല, എന്നിട്ടും ഭയങ്കര സമാധാനം. പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടിയിട്ടില്ല, ഭയങ്കര സമാധാനം. കടം വീടിയിട്ടില്ല, ഭയങ്കര സമാധാനം. ആശുപത്രിയിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല, ഡോക്ടർമാർ ഹോപ്പ്ലെസ് ആണ് പറയുന്നത്, സാധ്യതയില്ലെന്ന്, എന്നിട്ട് സമാധാനം. ഇതാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് മാത്രമേ ഈ കൃപയുള്ളൂ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ, യേശുവിൽ മുറുകെ പിടിക്കുന്നവർ, അവർ ജയാളികളാണ്, അവരനുഗ്രഹിക്കപ്പെട്ടവരാണ്, അവരത്ഭുതങ്ങളാണ്. അവരെ തകർത്ത് കളയാൻ ആർക്കും കഴിയില്ല. അവർ അഭിവൃദ്ധിയുള്ളവരാണ്. അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. കർത്താവ് ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ മാസം, ഈ ഒക്ടോബർ മാസം, ഈ 10ാം മാസം, ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെ പുതിയ നന്മകൾ കഴിഞ്ഞ 9 മാസം ചുമന്നത് ഈ 10ാം മാസം നിങ്ങൾ കണ്ടിരിക്കും. വിശ്വസിക്കുക, കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം, കൃപയിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ മക്കൾ ഈ 10ാം മാസം കഴിഞ്ഞ 9 മാസം ചുമന്നുകൊണ്ട് നടന്ന പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടികൾ അവർ കണ്ണുകൊണ്ട് കാണട്ടെ. ഇസഹാക്ക് പിറക്കട്ടെ, അവരുടെ ചിരി ഉണ്ടാകട്ടെ, സമാധാനം പിറക്കട്ടെ, ഇവരുടെ വീടുകളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇവരുടെ തലമുറകൾ ഇവരേക്കാൾ 1000 മടങ്ങ് ജ്ഞാനവും കൃപയും ഭക്തിയുമുള്ള കുഞ്ഞുങ്ങളാകട്ടെ. എല്ലാ അടഞ്ഞ വഴികളും തുറന്നു വരട്ടെ. എഫഥാ, തുറന്നു വരിക. ഈ കുഞ്ഞുങ്ങൾക്ക്, ഈ കുടുംബങ്ങൾക്ക്, ഈ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മകൾ കാണാൻ കഴിയട്ടെ. ഈ ചെറിയ പ്രാർത്ഥനയിലൂടെ വലിയ റിസൾട്ടുകളെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, ഈ മാസത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ വഴികളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ വാഗ്ദത്തങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വരുന്ന 3 മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 90 ദിവസം കൊണ്ട് ഒരു പ്രോഗ്രാം നിങ്ങൾ ഉണ്ടാക്കുക. ഈ 90 ദിവസത്തിനുള്ളിൽ ഞാൻ ഇന്നത് പഠിച്ചിരിക്കും, ഞാൻ ഇന്നത് പ്രാപിച്ചിരിക്കും, ഞാൻ ഇന്നത് സ്വന്തമാക്കിയിരിക്കും, ഞാൻ ബൈബിൾ വായിച്ച് തീർത്തിരിക്കും, ഞാൻ ഇന്ന കാര്യം ചെയ്തിരിക്കും. ഒരു പ്രോഗ്രാം ഉണ്ടാക്കി നടപ്പിലാക്കുക. ഇന്ന് മുതൽ ഡിസംബർ 31-നുള്ളിൽ നിങ്ങൾ പഴയ ആളായിരിക്കില്ല, മാറ്റി മറിക്കും കർത്താവ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജീസസ് ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്യാമ്പുണ്ട്. മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നാൽ, രാവിലെ 10 മണിക്ക് കൊണ്ടുവന്നാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് മാനിക്കട്ടെ. വൈകിട്ട് 4 മണി വരെയാണ് അതുള്ളത്. അതുകൂടാതെ നാളെ മുതൽ വ്യാഴം, വെള്ളി, ശനി 3 ദിവസം സഭയുടെ ഉപവാസ പ്രാർത്ഥനയാണ്. സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. എല്ലാവരും മനസ്സിൽ വെക്കുക. മാസം തുടങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ ഗർഭം ധരിച്ചത് പ്രസവിക്കാൻ പോവുകയാണ്. ഈ വരുന്ന 3 ദിവസങ്ങളിൽ നിങ്ങളത് കാണും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഒക്ടോബർ മാസത്തെ നമുക്കൊരു ആഘോഷത്തിൻ്റെ മാസമാക്കി മാറ്റാം. ഗോഡ് ബ്ലെസ് യു. അതെ കർത്താവ്, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കാ ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ,
സ്നേഹമാധുര്യം.